Hi dears, welcome back to Xylem Learning. It's me, Shahid Ramzan. മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മാക്സിമം. ഇത് നിങ്ങൾ എഴുതിയെടുക്കുക ഒന്നും വേണ്ട. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. അത് ശരിയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്താലാണ് 10ാം ക്ലാസ്സിൽ അഥവാ SSLCയിൽ മാത്തമാറ്റിക്സിൽ A+ കിട്ടുക എന്നും കൂടി നിങ്ങൾ ഓർമ്മയിൽ വരുത്തേണ്ടതുണ്ട്. മാത്സിന് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ തലകുത്തി പഠിച്ചാലും ഒരു പക്ഷേ ചോദ്യ പേപ്പറിൽ വരുന്ന ചോദ്യം കാണുന്ന സമയത്ത് അത് നമുക്ക് കിട്ടാത്തൊരു രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, മാത്തമാറ്റിക്സ് നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് പകുതി വെച്ച് സ്റ്റെക്കായി പോവാറുണ്ടോ? മൂന്നാമത്തെ കാര്യം, റൂട്ട് കാണാൻ അറിയാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതുണ്ടോ? മൂന്നാമത്തെ കാര്യം, കൃത്യമായിട്ട് ഗുണിക്കാൻ അറിയാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? നാലാമത്തെ ചോദ്യം, ഇക്വേഷൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ 4 പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഇതുവരെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോൾ 9ാം ക്ലാസ് ആണ്, വീഡിയോ ഒക്കെ കണ്ടാൽ മാത്രം മതി, കേട്ടാൽ മാത്രം മതി, കേട്ടാൽ മാത്രം മതി, എഴുതിയെടുക്കുന്നത് വേണ്ട. കാരണം നിങ്ങളുടെ സജഷൻസ് ആണ് എനിക്ക് ആവശ്യം. കാരണം ഈ സജഷൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഭാവി 10ാം ക്ലാസ് മുന്നോട്ട് പോവുക കേട്ടോ. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഫീഡ്ബാക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ചാനലിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക കേട്ടോ. സോ മക്കളെ, ഈ പ്രാവശ്യത്തെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമുക്ക് ചെറിയ നമ്പേഴ്സ് വെച്ചിട്ടായിരുന്നു ചോദ്യങ്ങളൊക്കെ വരാറുള്ളത്. ചിലപ്പോൾ 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ. എന്നാൽ ഇപ്രാവശ്യത്തെ SSLC എക്സാമിന് വന്ന് 40 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ ആ രീതിയിൽ വലിയ വലിയ സംഖ്യകളായിരുന്നു. പല കുട്ടികളും നേരിട്ട ഒരു പ്രതിസന്ധി, ഒരു ആവറേജ് കുട്ടി അല്ല ഒരു ബിലോ ആവറേജ് കുട്ടി. ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്സ് ടഫ് ആയത് ഈ 2 വിഭാഗം ആളുകൾക്കാണ്. പൊതുവെ മാത്തമാറ്റിക്സ് ടഫ് ആവുന്നത് എല്ലാ വിഭാഗം കുട്ടികൾക്കും ടഫ് ആവും. പക്ഷേ ആവറേജ് ബിലോ ആവറേജ് കുട്ടികൾക്ക് പൊതുവെ മാത്തമാറ്റിക്സ് ടഫ് ആവാനുള്ള മെയിൻ റീസൺ അവർക്ക് റൂട്ട് കൃത്യമായിട്ട് കാണാൻ അറിയില്ല എന്നതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും അറിയില്ല. മൂന്നാമത്തെ കാര്യം, പോയിന്റ് വരുന്ന നമ്പർ. ഫോർ എക്സാമ്പിൾ 0.6 × 7 എത്ര എന്ന് ചോദിച്ചാൽ പല കുട്ടികളും അറിയില്ല. ഇത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് നിങ്ങളുടെ A+ നഷ്ടമാകുന്ന രീതിയിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറിയത്. ഇക്വേഷൻ ഒക്കെ പഠിച്ചു, സാറ് പറഞ്ഞ ട്രിക്കൊക്കെ വെച്ചുകൊണ്ട് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു, കാര്യങ്ങളൊക്കെ പഠിച്ചാണ് പോയത്. പക്ഷേ ഈ സ്റ്റെപ്പിൽ നിങ്ങൾ സ്റ്റെക്കായി. ഈ സ്റ്റെപ്പ് ശരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ തന്നെയാണ്. പക്ഷേ അന്നൊന്നും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട്, അല്ലെ അത്ര ഗൗരവത്തോടു കൂടി എടുക്കാത്തത് കൊണ്ട് നിങ്ങൾ 10ാം ക്ലാസ്സിലെത്തിയിട്ടും ഇതിൻ്റെ പ്രതിസന്ധി നേരിടും എന്നുള്ളതാണ്. സോ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാണ്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ മക്കളെ, നിങ്ങൾക്ക് കംപ്ലീറ്റ് ബേസിക്കും അടങ്ങിയിട്ടായിരിക്കും നിങ്ങളുടെ ക്ലാസ് മുന്നോട്ട് പോവുക. ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ ബേസിക്കാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മുന്നോട്ട് പോകുന്നത് എല്ലാ ക്ലാസ്സിലും കേട്ടോ. ചിലപ്പോൾ ചില ക്ലാസ്സിൽ ഈ ബേസിക് അറിയണം, ചില ക്ലാസ്സിൽ ഈ ബേസിക് അറിയണം. എല്ലാ ചാപ്റ്ററിലും എല്ലാ ബേസിക്കും അറിയണമെന്നില്ല. ഇപ്പോൾ 0.6 ഒന്നും എല്ലാ ചാപ്റ്ററിലും ആവശ്യമില്ല. 10ാം ക്ലാസ്സിൽ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, അവിടെ 0.6ൻ്റെ ഒന്നും ആവശ്യം തന്നെയല്ല. അതുകൊണ്ട് ആ ചാപ്റ്ററിലേക്ക് ആ ബേസിക് ആവശ്യമില്ല. അപ്പോൾ ഓരോ ചാപ്റ്ററിലേക്കും ഏതൊക്കെയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടായിരിക്കും നമ്മുടെ ആപ്പ് ലൈവുകളൊക്കെ പോവുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ നേരിടുന്ന മറ്റെന്തെങ്കിലും വെല്ലുവിളി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, 10ാം ക്ലാസ്സിൽ നിങ്ങൾ അടിച്ചു പൊളിച്ച് പഠിക്കണം. 10ാം ക്ലാസ് എന്ന് പറയുന്നത് അതിനിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. സോ എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങളിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.